തികയുന്നതിന് മുൻപ് 3 സിനിമകളുടെ തുടർഭാഗങ്ങളാണ് മലയാളത്തിൽ റിലീസ് ചെയ്തത്. ജയസൂര്യയുടെ ആട് എന്ന സിനിമയുടെ 3ാം ഭാഗം വന്നപ്പോൾ മികച്ച പ്രേക്ഷക പ്രതികരണമാണ് നേടിയത്. പിന്നാലെ എത്തിയ വാഴയുടെ 2ാം ഭാഗവും തിയേറ്ററുകളിൽ മിന്നും പ്രകടനം കാഴ്ചവെച്ചു. വാഴ 2വിനും പിന്നാലെ എത്തിയ ഭരതനാട്യത്തിന്റെ 2ാം ഭാഗമായ മോഹിനിയാട്ടവും തിയേറ്ററുകളിൽ നിന്ന് മികച്ച അഭിപ്രായങ്ങളാണ് നേടുന്നത്. ആട് 3, വാഴ 2 എന്നീ സിനിമകൾ കൊട്ടിഘോഷിച്ചാണ് റിലീസ് ചെയ്തതെങ്കിൽ ഭരതനാട്യം പോലെ തന്നെ ശാന്തമായാണ് 2ാം ഭാഗമായ മോഹിനിയാട്ടവും തിയേറ്ററുകളിലേക്ക് എത്തിയത്. അതോടൊപ്പം തന്നെ മികച്ച കളക്ഷനും ചിത്രം നേടിയിട്ടുണ്ട്. ഇനി തമിഴ് സിനിമാ ലോകത്തെ സംബന്ധിച്ച് നോക്കിയാൽ ഇപ്പോൾ രജനീകാന്ത് ചിത്രമായ ജയിലർ 2വിന്റെ വരവിനായി ആരാധകർ കാത്തിരിക്കുകയാണ്. അതോടൊപ്പം ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ജനനായകന്റെ വരവിൽ നേരിടുന്ന അനിശ്ചിതത്വങ്ങളും പ്രേക്ഷകരെ നിരാശരാക്കുന്നു. മലയാളി പ്രേക്ഷകരെ സംബന്ധിച്ച് മമ്മൂട്ടി, മോഹൻലാൽ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി മഹേഷ് നാരായണൻ ഒരുക്കുന്ന പേട്രിയറ്റിൽ വാനോളം പ്രതീക്ഷയാണുള്ളത്. എന്നാൽ റിലീസിന് മുന്നേ ചിത്രത്തിന് മേൽ സെൻസർ ബോർഡ് കൈകടത്തിയിരിക്കുകയാണ്. അതും നിലവിലെ ചർച്ചാ വിഷയമാണ്. കളങ്കാവലിന് ശേഷം ജിതിൻ കെ ജോസ് സംവിധാനം ചെയ്ത പുതിയ ചിത്രത്തിന്റെ പ്രഖ്യാപനം കഴിഞ്ഞ മാസം നടന്നിരുന്നു. ഈ ചിത്രവുമായി ബന്ധപ്പെട്ട വാർത്തകളും സോഷ്യൽ മീഡിയയിൽ നിറയുമ്പോൾ ഈ ആഴ്ച സിനിമാ തട്ടകം സമ്പന്നമാണ്. നോക്കാം സിനിമാ വിശേഷങ്ങൾ. കൃഷ്ണദാസ് മുരളി സംവിധാനം ചെയ്ത ഭരതനാട്യം എന്ന ചിത്രത്തിന്റെ 2ാം ഭാഗമായ മോഹിനിയാട്ടം മലയാള സിനിമയിൽ സമീപകാലത്ത് പുറത്തിറങ്ങിയ ഏറ്റവും മികച്ച ഡാർക്ക് കോമഡി എന്റർടൈനറുകളിൽ ഒന്നാണെന്ന് സിനിമ കണ്ടിറങ്ങിയവർ അഭിപ്രായപ്പെടുന്നു. ഒരു സാധാരണ കുടുംബകഥയായിരുന്നു ആദ്യ ഭാഗമെങ്കിൽ 2ാം ഭാഗത്തിൽ സംവിധായകൻ പൂർണ്ണമായും ഡാർക്ക് ഹ്യൂമർ എന്ന ജോണറിലേക്ക് ചുവടുമാറ്റി. സൈജു കുറുപ്പ് എന്റർടൈൻമെന്റ്സും തോമസ് തിരുവല്ല ഫിലിംസും ചേർന്ന് നിർമ്മിച്ച ചിത്രത്തിന്റെ ആദ്യ ഭാഗം തിയേറ്ററുകളിൽ വിജയിച്ചില്ലെങ്കിലും OTTയിൽ നേടിയ വലിയ അഭിപ്രായങ്ങളുടെ കരുത്തിലാണ് ഈ വിഷുക്കാലത്ത് 2ാം ഭാഗം തിയേറ്ററുകളിലേക്ക് എത്തിച്ചത്. ആദ്യ സിനിമ തിയേറ്ററിൽ ഭേഷായി പൊട്ടിക്കുകയും അതേ സിനിമയുടെ 2ാം ഭാഗം സൂപ്പർ ഹിറ്റ് ആക്കുകയും ചെയ്ത മിഥുനാണ് ഞങ്ങളുടെ പ്രചോദനമെന്ന് ടൈറ്റിൽ ക്രെഡിറ്റ്സിൽ എഴുതി കാണിച്ചുകൊണ്ടാണ് മോഹിനിയാട്ടം ആരംഭിക്കുന്നത്. മിഥുന്റെ ആട് എന്ന സിനിമയുടെ ആദ്യ ഭാഗത്തിന് സംഭവിച്ചത് തന്നെയായിരുന്നു തിയേറ്ററിൽ ഭരതനാട്യത്തിനും സംഭവിച്ചത്. ഭരതനാട്യം അവസാനിപ്പിച്ചിടത്തു നിന്നാണ് മോഹിനിയാട്ടം ആരംഭിക്കുന്നത്. വാരികകളിൽ തുടർ നോവലിന്റെ ആദ്യ ഭാഗങ്ങൾ പറയുന്നത് പോലെ മോഹിനിയാട്ടത്തിന്റെ തുടക്കത്തിൽ ഭരതനാട്യത്തിന്റെ കഥ ഇതുവരെ പറഞ്ഞുകൊണ്ടാണ് സിനിമയുടെ യാത്ര തുടങ്ങുന്നത്. ഭരതൻ നായരുടെ അപ്രതീക്ഷിതമായ മരണത്തോടെ തകർന്നുപോയ ഒരു കുടുംബത്തിന്റെ അതിജീവനവും അവർ ജീവിതത്തിൽ നേരിടുന്ന വിചിത്രമായ വഴിത്തിരിവുകളുമാണ് സിനിമയുടെ ആകെ കഥ. ഭരതനൊഴികെ മറ്റാർക്കും നാട്യമില്ലാത്തൊരു ചിത്രമായിരുന്നു ഭരതനാട്യമെന്ന് പൊതുവെ പറയാം. നാട്യം മറച്ചുപിടിച്ച ഭരതന് പ്രത്യേക സന്ദർഭത്തിൽ സത്യം പറയേണ്ടി വരികയും പിന്നീടുണ്ടാകുന്ന രസകരമായ നിമിഷങ്ങളുമാണ് ഭരതനാട്യം പറഞ്ഞു വെച്ചത്. എന്നാൽ മോഹിനിയാട്ടത്തിൽ ഭരതന്റെ സംഘം മുഴുവൻ നാട്യക്കാരാവുകയാണ്. തന്റെ പിതാവിന്റെ രഹസ്യ ജീവിതത്തിലെ ചില സത്യങ്ങൾ തിരിച്ചറിഞ്ഞ ശശിധരൻ നായർ ഒടുവിൽ ആ കുടുംബത്തിന്റെ കൂടി ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയാണ്. ഭരതൻ നായരുടെ രഹസ്യ ഭാര്യയായ രുക്മിണി അമ്മയുടെയും മകൻ അജയ് ഘോഷിന്റെയും ജീവിതം തന്റെ കൈകളിലാണെന്ന് മനസ്സിലാക്കി ശശിധരനും കുടുംബവും ശ്രീകണ്ഠപുരത്തേക്ക് തിരിക്കുന്നു. നാട്ടിലുള്ള കുടുംബസ്വത്ത് വിറ്റുകിട്ടിയ പണം കൊണ്ട് രുക്മിണി അമ്മയ്ക്ക് ശശിധരൻ ഒരു വീട് വാങ്ങി നൽകുന്നു. വെറുതെ ഒരു വീട് വാങ്ങി നൽകുക മാത്രമല്ല ചെയ്യുന്നത്, പകരം അവരെ ആ പുതിയ സാഹചര്യത്തിൽ സെറ്റിലാക്കുന്നതിനായി ശശിധരനും അമ്മയും സഹോദരങ്ങളും കുറച്ചുനാൾ അവിടെ താമസിക്കുകയും ചെയ്യുകയാണ്. തുടക്കത്തിൽ തന്റെ ഭർത്താവിന്റെ രഹസ്യ ബന്ധത്തോടും ആ കുടുംബത്തോടും തോന്നിയ കടുത്ത നീരസം കാലക്രമേണ രുക്മിണി അമ്മയെ സ്വന്തം അനിയത്തിയെ പോലെ നോക്കാൻ സരസ്വതി അമ്മയെ പ്രാപ്തിയാക്കുന്നുണ്ട്. അവർ നൽകുന്ന സ്നേഹവും കരുതലും ഹൃദയസ്പർശിയായ കാഴ്ചകളാണ് സമ്മാനിക്കുന്നത്. എന്നാൽ അവിടം കൊണ്ടും കാര്യങ്ങൾ അവസാനിക്കുന്നില്ല. ഭരതൻ നായർ ബാക്കി വെച്ചുപോയ മറ്റൊരു തട്ടിപ്പിന്റെ കഥ കൂടി പുറത്തു വരുന്നത് ശശിധരൻ നായർക്ക് തലവേദനയാവുകയാണ്. ഭരതൻ നായരുടെ പഴയ സുഹൃത്തായ ഗോവിന്ദരാജയുടെ കടന്നുവരവോടെ ശശിയും കുടുംബവും വീണ്ടും പ്രതിസന്ധിയിലാകുന്നുണ്ട്. പിന്നീടുണ്ടാകുന്ന ഊരാകുടുക്കുകളിലൂടെയും സംഭവ വികാസങ്ങളിലൂടെയുമാണ് ചിത്രം മുന്നോട്ട് സഞ്ചരിക്കുന്നത്. ഒരല്പം സങ്കീർണതയും ഡാർക്കുമൊക്കെ ഉണ്ടെങ്കിലും 2ാം പകുതിയിൽ പ്രേക്ഷകർക്ക് ആർത്താർത്തു ചിരിക്കാനുള്ള വക നൽകുന്നുണ്ട്. അങ്ങനെ രസകരമായ ചില അത്ഭുതങ്ങൾ ഒരുക്കി വെച്ച് പുറത്തു വന്ന ഭരതനാട്യം പ്രേക്ഷകരെ മനോഹരമായി കൗതുകപ്പെടുത്തിയപ്പോൾ ആ കൗതുകം മനസ്സിൽ വെച്ച് മോഹിനിയാട്ടത്തെ സമീപിച്ച പ്രേക്ഷകർക്ക് നിരാശപ്പെടേണ്ടി വന്നിട്ടില്ല. അതോടൊപ്പം ഒരു ഭാഗത്ത് ചാലക്കുടിയുടെ പ്രാദേശിക മലയാളവും മറുഭാഗത്ത് കണ്ണൂർ തലശ്ശേരിയുടെ പ്രാദേശിക മലയാളവും കൂടി ചേർത്താണ് ഭരതനാട്യം പറഞ്ഞിരിക്കുന്നത്. ഒപ്പം ഒരു നായർ കുടുംബത്തിനകത്തുണ്ടാകുന്ന രസകരമായ കാഴ്ചപ്പാടുകളും ചിത്രം പറയുന്നുണ്ട്. അഭിനേതാക്കളുടെ മികച്ച പ്രകടനം തന്നെയാണ് സിനിമയുടെ നട്ടെല്ല്. ഭരതനായി വന്ന സായികുമാറിന്റെ വീൽ ചെയറിലിരുന്നുള്ള ഭാവമാറ്റങ്ങൾ തന്നെ ഈ സിനിമയ്ക്ക് വലിയ മുതൽക്കൂട്ടായിരുന്നു. അതിനോടൊപ്പം സൈജു കുറുപ്പിന്റെ അമ്പല കമ്മിറ്റിക്കാരനും വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്ന മകനുമൊക്കെയായി ശശിധരനും
കലാരഞ്ജിനിയുടെയും ശ്രീജ രവിയുടെയും അമ്മയും കൂടി ചേരുമ്പോൾ സിനിമ മറ്റൊരു തലത്തിലേക്ക് തന്നെ സഞ്ചരിക്കുകയാണ്. ശശിധരൻ നായരായി തന്റെ 150-ാം ചിത്രത്തിൽ സൈജു കുറുപ്പ് തകർപ്പൻ പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. ഹാസ്യവും വൈകാരികതയും ഒരുപോലെ അതിമനോഹരമായി തന്നെ സൈജു കൈകാര്യം ചെയ്യുന്നുണ്ട്. ചിത്രത്തിൽ എടുത്തു പറയേണ്ട മറ്റൊരു പ്രകടനം കാഴ്ചവെച്ചിരിക്കുന്നത് സുരാജ് വെഞ്ഞാറമൂടാണ്. ഒരൽപ്പം ഗൗരവമുള്ള വേഷം ഏറെ തന്മയത്വത്തോടെ അവതരിപ്പിച്ച് സിനിമയുടെ ഗതി മാറ്റാൻ തന്നെ അദ്ദേഹത്തിന് സാധിച്ചു. ജഗദീഷ് തന്റെ സ്വാഭാവികമായ പ്രകടന മികവോടെയും വിനയ് ഫോർട്ട് തികച്ചും വ്യത്യസ്തമായ ഭാവപകർച്ചയിലൂടെയും ചിരിയുടെ മാലപ്പടക്കം തീർക്കുന്നു. അഭിരാം രാധാകൃഷ്ണൻ, ദിവ്യ എം നായർ, ശ്രുതി സുരേഷ്, നന്ദു പൊതുവാൾ, സ്വാതി ദാസ്, ജിവിൻ റെക്സ് തുടങ്ങി ഭരതനാട്യത്തിലെ താരങ്ങൾക്കൊപ്പം നിസ്താർ സെയ്ദ്, സന്തോഷ് കെ നായർ, ബാലചന്ദ്രൻ ചുള്ളിക്കാട്, വിജയ് ബാബു, റാപ്പർ ബേബി ജീൻ തുടങ്ങിയവരും മോഹിനിയാട്ടത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചു. ആദ്യ ചിത്രത്തെ പോലെ ക്ഷേത്രത്തെ ചുറ്റിപ്പറ്റി തന്നെയാണ് മോഹിനിയാട്ടത്തിന്റെയും കഥ മുന്നോട്ട് പോകുന്നത്. കഥാപാത്രങ്ങളെ പോലെ തന്നെ ലൊക്കേഷനും ഈ ചിത്രത്തിലെ പ്രധാന ഘടകമാണ്. വലിയ ക്ഷേത്രം, അവിടുത്തെ ആചാരങ്ങൾ, അയൽ വീടുകൾ തുടങ്ങി കഥയോടൊപ്പം നിൽക്കുന്ന പല ഘടകങ്ങളും ഭരതനാട്യത്തിലേതെന്ന പോലെ തന്നെ മോഹിനിയാട്ടത്തിലുമുണ്ട്. സംവിധായകൻ കൃഷ്ണദാസ് മുരളിയും വിഷ്ണു പ്രദീപും ചേർന്നൊരുക്കിയ തിരക്കഥ മികച്ച സിനിമാ അനുഭവമാണ് പ്രേക്ഷകർക്ക് സമ്മാനിക്കുന്നത്. കൃഷ്ണദാസ് മുരളിയുടെ സംവിധാന മികവും ക്രാഫ്റ്റും ആദ്യ ഭാഗത്തേക്കാൾ ഒരു പടി കൂടെ മുന്നിൽ നിൽക്കുകയാണ്. ഡാർക്ക് കോമഡി എന്ന നിലയിൽ ചിലയിടങ്ങളിൽ ലോജിക്ക് പിന്നോട്ട് പോകുന്നുണ്ടെങ്കിലും പ്രേക്ഷകരെ ആവോളം ചിരിപ്പിക്കുന്ന തിരക്കഥ ആ പോരായ്മകളെ മറികടക്കുകയാണ്. സാങ്കേതിക വശങ്ങളിലും കൃഷ്ണദാസ് മുരളി മികച്ച മുന്നേറ്റം നടത്തിയിട്ടുണ്ട്. ബബ്ലു അജുവിന്റെ ഛായാഗ്രഹണവും ഷഫീഖ് ബീബിയുടെ എഡിറ്റിംഗും സിനിമയുടെ വിജയത്തിൽ എടുത്തു പറയേണ്ട ഘടകങ്ങളാണ്. അതോടൊപ്പം തന്നെ ഇലക്ട്രോണിക് കിളി ഒരുക്കിയ പശ്ചാത്തല സംഗീതം തിയേറ്റർ അനുഭവത്തെ മറ്റൊരു തലത്തിലേക്ക് ഉയർത്താൻ സഹായിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ യുക്തിയുടെ അളവുകോലുകൾ മാറ്റിവെച്ച് കുടുംബസമേതം ആർത്തു ചിരിക്കാനുള്ള വക മോഹിനിയാട്ടം നൽകുന്നുണ്ട്. അനാവശ്യമായ ബഹളങ്ങളോ കൃത്രിമത്വമോ ഇല്ലാത്ത ക്ലീൻ ഹ്യൂമർ തന്നെയാണ് ചിത്രത്തിന്റെ പ്രധാന ആകർഷണം. ലോജിക്ക് നോക്കാതെ ഒരു ഡാർക്ക് കോമഡി ചിത്രം ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് മോഹിനിയാട്ടം മികച്ച തിയേറ്റർ അനുഭവമാകും സമ്മാനിക്കുക. ഇനി ചിത്രത്തിന്റെ കളക്ഷൻ കണക്കുകളിലേക്ക് പോവുകയാണെങ്കിൽ മോഹിനിയാട്ടം ബോക്സ് ഓഫീസിൽ തകർപ്പൻ മുന്നേറ്റം തുടരുകയാണ്. വെറും 10 ദിവസങ്ങൾ കൊണ്ട് 25 കോടി രൂപയാണ് ആഗോള കളക്ഷനായി ചിത്രം സ്വന്തമാക്കിയത്. മലയാള സിനിമയിൽ ചെറിയ ബജറ്റിലെത്തുന്ന ചിത്രങ്ങൾ വലിയ വിജയങ്ങൾ കൊയ്യുന്ന പതിവ് തുടരുകയാണ്. സൈജു കുറുപ്പ് നായകനായ ഡാർക്ക് കോമഡി ചിത്രം മോഹിനിയാട്ടം ബോക്സ് ഓഫീസിൽ തകർപ്പൻ മുന്നേറ്റം കാഴ്ചവെക്കുന്നുണ്ട്. വെറും 10 ദിവസങ്ങൾ കൊണ്ട് 25 കോടി രൂപയുടെ ആഗോള കളക്ഷൻ നേടി ബോക്സ് ഓഫീസിൽ ഇടം പിടിച്ചിരിക്കുകയാണ് ചിത്രം. നിലവിൽ ബോക്സ് ഓഫീസിൽ ക്ലീൻ ഹിറ്റ് പദവി സ്വന്തമാക്കിയ ചിത്രം വരും ആഴ്ചകളിലും ഇതേ മുന്നേറ്റം തുടരുകയാണെങ്കിൽ സൂപ്പർ ഹിറ്റ് പട്ടികയിലേക്ക് ഉയരുമെന്നാണ് റിപ്പോർട്ടുകൾ. കൃഷ്ണദാസ് മുരളി തിരക്കഥ രചിച്ച് സംവിധാനം ചെയ്യുന്ന ചിത്രം തോമസ് തിരുവല്ല ഫിലിംസ്, സൈജു കുറുപ്പ് എന്റർടൈൻമെന്റ്സ് എന്നീ ബാനറുകളിൽ ലിനി മറിയം ഡേവിഡ്, അനുപമ ബി നമ്പ്യാർ എന്നിവരാണ് നിർമ്മിക്കുന്നത്. ഒരു സാധാരണ കുടുംബത്തിനുള്ളിലെ സംഭവബഹുലമായ സംഘർഷങ്ങൾ കൂട്ടിയിണക്കി കുടുംബ പ്രേക്ഷകർക്കിടയിലേക്ക് എത്തിയ ചിത്രമായിരുന്നു ഭരതനാട്യം. ആദ്യ ഭാഗമായ ഭരതനാട്യം തിയേറ്ററുകളിൽ അത്ര വിജയം കൈവരിച്ചില്ലെങ്കിലും OTTയിൽ ചിത്രത്തിന് വമ്പൻ സ്വീകാര്യതയാണ് ലഭിച്ചത്. അതിന്റെ ഭാഗമായാണ് ചിത്രത്തിന് രണ്ടാം ഭാഗം എടുക്കാൻ ഉറപ്പിച്ചത്. കോമഡിയും ക്രൈമും കൂട്ടിയിണക്കിയാണ് മോഹിനിയാട്ടവും ഒരുക്കിയിരിക്കുന്നത്. പ്രേക്ഷകർക്ക് കൗതുകവും ചിരിയുമൊക്കെ സമ്മാനിച്ചുകൊണ്ട് തന്നെയാണ് കൃഷ്ണദാസ് മുരളി മോഹിനിയാട്ടത്തെയും അവതരിപ്പിച്ചിരിക്കുന്നത്. സൈജു കുറുപ്പ് കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ചിത്രത്തിൽ ഭരതനാട്യത്തിലെ അഭിനേതാക്കളായ കലാരഞ്ജിനി, നന്ദു പൊതുവാൾ, ദിവ്യ എം നായർ, സ്വാതി ദാസ് പ്രഭു, ശ്രുതി സുരേഷ്, അഭിരാം രാധാകൃഷ്ണൻ, സോഹൻ സീനുലാൽ, ശ്രീജ രവി, മണികണ്ഠൻ പട്ടാമ്പി, സലിം ഹസൻ എന്നിവരും ഇവർക്കു പുറമെ സുരാജ് വെഞ്ഞാറമൂട്, ബേബി ജീൻ, വിനയ് ഫോർട്ട്, ജഗദീഷ്, നിസ്താർ സേഠ്, ബാലചന്ദ്രൻ ചുള്ളിക്കാട്, സന്തോഷ് ഗുരുവായൂർ തുടങ്ങിയ പ്രമുഖ താരങ്ങളും ശ്രീരേഖ എന്നിവരും പ്രധാന വേഷങ്ങളിലെത്തുന്നു. സൈജു കുറുപ്പിന്റെ 150-ാം ചിത്രമെന്ന പ്രത്യേകതയും മോഹിനിയാട്ടത്തിനുണ്ട്. എന്റർടൈൻമെന്റ് ഡെസ്ക്, സി മലയാളം ന്യൂസ്. തമിഴ് പ്രേക്ഷകർക്കൊപ്പം മലയാളികളും ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമാണ് ജയിലർ 2. ചിത്രം ജൂണിൽ തിയേറ്ററുകളിലേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷകൾ. ഇതിനിടെ സിനിമയുടെ OTT റൈറ്റ്സ് വിറ്റുപോയെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. തമിഴ് പ്രേക്ഷകർക്കൊപ്പം മലയാളികളും ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ജയിലർ 2വിന്റെ വരവിനായി. പാലക്കാട് അട്ടപ്പാടിയിലായും കോഴിക്കോടുമായിരുന്നു ജയിലർ 2വിന്റെ ആദ്യ ഭാഗങ്ങളുടെ ചിത്രീകരണം. മലയാളത്തിന്റെ പ്രിയ നടൻ സുരാജ് വെഞ്ഞാറമൂടും ചിത്രത്തിൽ രജനീകാന്തിനൊപ്പം നിർണായക വേഷത്തിലെത്തുന്നുണ്ട്. ഇപ്പോഴിതാ ജയിലർ 2വിന്റെ OTT റൈറ്റ്സ് വിറ്റുപോയെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. ആമസോൺ പ്രൈം വീഡിയോയാണ് ചിത്രത്തിന്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിരിക്കുന്നതെന്നാണ് വിവരം. റിലീസിന് മുന്നേ ഏകദേശം 160 കോടിക്കാണ് ആമസോൺ പ്രൈം വീഡിയോ ജയിലർ 2വിന്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിരിക്കുന്നത്. തമിഴകത്തെ ഏറ്റവും ഉയർന്ന തുകയുടെ OTT ഡീലാണിത്. നെൽസൺ ഒരുക്കിയ ബ്ലോക്ക് ബസ്റ്റർ ചിത്രം ജയിലറിന്റെ രണ്ടാം ഭാഗമാണ് ജയിലർ 2. മുത്തുവേൽ പാണ്ഡ്യൻ എന്ന കഥാപാത്രത്തെയാണ് ചിത്രത്തിൽ രജനീകാന്ത് അവതരിപ്പിക്കുന്നത്. 2023 ജയിലർ റിലീസ് ചെയ്തത്.
ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് 600 കോടിയിലേറെ നേടിയ ചിത്രം വിജയിച്ചത് മുതൽ ആരാധകർ കാത്തിരിക്കാൻ തുടങ്ങിയതാണ് രണ്ടാം ഭാഗത്തിന്റെ വരവിനായി. ഒരു പ്രൊമോ വീഡിയോയ്ക്കൊപ്പം രണ്ടാം ഭാഗത്തിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം എത്തിയത് ജനുവരി 14-നായിരുന്നു. പിന്നാലെ മാർച്ചിൽ ചിത്രീകരണവും ആരംഭിച്ചു. തമിഴ് സിനിമയിൽ ഏറ്റവും വലിയ ഓപ്പണിംഗ് വരാൻ സാധ്യതയുള്ള അപ്കമിംഗ് പ്രോജക്റ്റുമാണ് ജയിലർ 2. അനിരുദ്ധ് രവിചന്ദ്രൻ തന്നെയാണ് രണ്ടാം ഭാഗത്തിന്റെയും സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത്. ആദ്യ ഭാഗം പോലെ തന്നെ ആക്ഷൻ രംഗങ്ങളാൽ സമ്പന്നമായിരിക്കും രണ്ടാം ഭാഗവും എന്നാണ് ആരാധകരുടെ പ്രതീക്ഷകൾ. എന്നാൽ രണ്ടാം ഭാഗം വരുമ്പോൾ മലയാളികൾക്ക് അറിയാൻ ഏറ്റവും ആഗ്രഹമുള്ളത് ചിത്രത്തിൽ മോഹൻലാലിന്റെ മാത്യു എന്ന ഡോൺ കഥാപാത്രം ഉണ്ടാവുമോ എന്നാണ്. ജയിലർ 2-വിൽ മോഹൻലാൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നതും. കൂലിയാണ് രജനീകാന്തിന്റേതായി ഒടുവിൽ പ്രദർശനത്തിനെത്തിയ ചിത്രം. ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്ത ഈ ചിത്രം സൺ പിക്ചേഴ്സിന്റെ ബാനറിൽ കലാനിധി മാറനാണ് നിർമ്മിക്കുന്നത്. രജനീകാന്തിനൊപ്പം നാഗാർജുന പ്രധാന കഥാപാത്രമായപ്പോൾ ചിത്രത്തിൽ ആമിർ ഖാൻ അതിഥി വേഷത്തിലുമെത്തി. എന്റർടൈൻമെന്റ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ജനനായകൻ എന്ന ചിത്രത്തിന്റെ പേരിലുണ്ടായ സംഭവവികാസങ്ങൾ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ സിനിമയുടെ റിലീസിന് തടസ്സങ്ങൾ ഉണ്ടാകുമെന്ന് വിജയ് മുൻകൂട്ടി കണ്ടിരുന്നുവെന്ന് വിജയുടെ അച്ഛനും സംവിധായകനുമായ എസ് എ ചന്ദ്രശേഖർ പറഞ്ഞ വാക്കുകളാണ് ചർച്ചയാകുന്നത്. യാതൊരു തടസ്സവുമില്ലാതെ ചിത്രം പുറത്തിറങ്ങിയിരുന്നെങ്കിൽ തങ്ങൾ അത്ഭുതപ്പെട്ടേനെ എന്നും ചന്ദ്രശേഖർ പറയുന്നു. അപ്രതീക്ഷിത തിരിച്ചടികളാണ് വിജയ് ചിത്രം ജനനായകന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ദളപതി വിജയുടെ 53 വർഷം നീണ്ട ഐതിഹാസിക സിനിമാ ജീവിതത്തിന് വിരാമമിടുന്ന അവസാന ചിത്രമെന്ന നിലയിൽ ആഗോളതലത്തിൽ വലിയ പ്രതീക്ഷയാണ് ജനനായകനിലുണ്ടായിരുന്നത്. സിനിമ തിയേറ്ററുകളിൽ റിലീസ് ചെയ്യാൻ സാധിക്കാത്തതും സിനിമയുടെ സുപ്രധാന ദൃശ്യങ്ങൾ ഓൺലൈനിൽ പ്രചരിച്ചതുമടക്കം വലിയ വിവാദങ്ങളാണ് സിനിമയുടെ മേലുണ്ടായത്. ഇപ്പോഴത്തെ സിനിമയുടെ റിലീസിന് തടസ്സങ്ങൾ ഉണ്ടാകുമെന്ന് വിജയ് മുൻകൂട്ടി കണ്ടിരുന്നുവെന്ന് വെളിപ്പെടുത്തുകയാണ് വിജയുടെ അച്ഛനും സംവിധായകനുമായ എസ് എ ചന്ദ്രശേഖർ. ഇക്കാര്യം വിജയ് മലേഷ്യയിൽ നടന്ന ഓഡിയോ ലോഞ്ചിനിടെ നിർമ്മാതാവിനോട് പറഞ്ഞിരുന്നതായും എസ് എ ചന്ദ്രശേഖർ ഒരു അഭിമുഖത്തിൽ പറഞ്ഞു. രാഷ്ട്രീയത്തിലേക്ക് പോകുമ്പോൾ ഒരു സിനിമ ചെയ്യുന്നതിനാൽ ചിത്രത്തിന് നേരിടേണ്ടി വരുന്ന തടസ്സങ്ങളെക്കുറിച്ച് താങ്കൾക്ക് ബോധമുണ്ടാകുമെന്ന് കരുതുന്നുവെന്നും താങ്കൾക്കതിൽ കുഴപ്പമില്ല എന്ന് വിജയ് ജനനായകന്റെ നിർമ്മാതാവിനോട് ചോദിച്ചുവെന്നുമാണ് എസ് എ ചന്ദ്രശേഖർ പറഞ്ഞത്. തടസ്സങ്ങൾ നേരിടേണ്ടി വരുമെന്ന് അറിഞ്ഞുകൊണ്ടാണ് വിജയ് അങ്ങനെ പറഞ്ഞതെന്നും ഇത് പ്രതീക്ഷിച്ചിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. യാതൊരു തടസ്സവുമില്ലാതെ ചിത്രം പുറത്തിറങ്ങിയിരുന്നെങ്കിൽ തങ്ങൾ അത്ഭുതപ്പെട്ടേനെ എന്നും ചന്ദ്രശേഖർ കൂട്ടിച്ചേർത്തു. നേരത്തെ സെൻസർ സർട്ടിഫിക്കറ്റ് ലഭിക്കാത്തതിനെ തുടർന്നാണ് സിനിമയുടെ റിലീസ് നടക്കാതിരുന്നത്. ഇതിനിടെ സിനിമ ചോർന്നതും വലിയ പ്രശ്നങ്ങൾക്ക് വഴിവെച്ചു. 3 മണിക്കൂർ നീളമുള്ള സിനിമയുടെ പതിപ്പ് പല ഭാഗങ്ങളായി കട്ട് ചെയ്താണ് ഇന്റർനെറ്റിലൂടെ പ്രചരിക്കുന്നത്. സിനിമയുടെ ഇൻട്രോയും ക്ലൈമാക്സും അടക്കമുള്ള രംഗങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത്. സിനിമയുടെ ഈ ലീക്ക് സിനിമാ മേഖലയെ മുഴുവൻ ഞെട്ടിച്ചിരിക്കുകയാണ്. വിജയുടെ വെറുമൊരു ചിത്രം മാത്രമല്ല ജനനായകൻ, രാഷ്ട്രീയ പ്രവേശത്തിലേക്ക് കടക്കുന്ന നടന്റെ അവസാന ചിത്രമാണ്. എച്ച് വിനോദ് സംവിധാനം ചെയ്യുന്ന ജനനായകൻ ആദ്യ ദിനം വലിയ കളക്ഷൻ നേടുമെന്നായിരുന്നു കണക്കുകൂട്ടൽ. തെലുങ്കിൽ ബാലയ്യ നായകനായ ഭഗവൻ കേസരി എന്ന ചിത്രത്തിന്റെ റീമേക്കാണ് ജനനായകനെന്ന് അഭ്യൂഹങ്ങളുണ്ട്. ബോബി ഡിയോൾ, പൂജ ഹെഗ്ഡെ, പ്രകാശ് രാജ്, ഗൗതം വസുദേവ് മേനോൻ, നരേൻ, പ്രിയാമണി, മമിത ബൈജു തുടങ്ങി വമ്പൻ താരനിരയാണ് ജനനായകനിൽ അണിനിരക്കുന്നത്. കെവിൻ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ വെങ്കട്ട് നാരായണ നിർമ്മിക്കുന്ന ചിത്രത്തിന് ജഗദീഷ് പളനിസ്വാമിയും ലോഹിത് എൻകെയുമാണ് സഹനിർമ്മാണം. സിനിമ ജനുവരി 9-ന് പൊങ്കൽ റിലീസായി തിയേറ്ററുകളിൽ എത്തുമെന്നാണ് ആദ്യം പ്രഖ്യാപിച്ചിരുന്നത്. എന്നാൽ സെൻസർ സർട്ടിഫിക്കറ്റ് നൽകാൻ ബോർഡ് വിസമ്മതിക്കുകയും തുടർന്ന് സിനിമയുടെ റിലീസ് അനിശ്ചിതത്തിലാവുകയും ചെയ്തു. എന്റർടൈൻമെന്റ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. മമ്മൂട്ടി, മോഹൻലാൽ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി മഹേഷ് നാരായണൻ ഒരുക്കുന്ന ചിത്രമാണ് പാട്രിയറ്റ്. റിലീസിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ പാട്രിയറ്റിന് കത്രിക വെച്ചിരിക്കുകയാണ് സെൻസർ ബോർഡ്. പൊളിറ്റിക്കൽ ത്രില്ലർ ഗണത്തിൽപ്പെടുന്ന ചിത്രത്തിലെ ചില രംഗങ്ങളും പേരുകളും വിവാദമാകാൻ സാധ്യതയുള്ളതിനാൽ അവ ഒഴിവാക്കാൻ സെൻസർ ബോർഡ് നിർദ്ദേശിച്ചിരിക്കുകയാണ്. മലയാളത്തിന്റെ മഹാനടന്മാരായ മമ്മൂട്ടി, മോഹൻലാൽ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി മഹേഷ് നാരായണൻ ഒരുക്കുന്ന മൾട്ടി സ്റ്റാർ സിനിമയാണ് പാട്രിയറ്റ്. 19 വർഷത്തിന് ശേഷമാണ് മമ്മൂട്ടിയും മോഹൻലാലും വീണ്ടും ഒരു സിനിമയ്ക്കായി ഒരുമിക്കുന്നത്. ചിത്രത്തിൽ ഫഹദ് ഫാസിലും കുഞ്ചാക്കോ ബോബനും കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തുന്നുണ്ട്. ഇപ്പോഴത്തെ പാട്രിയറ്റിന് കത്രിക വെച്ചിരിക്കുകയാണ് സെൻസർ ബോർഡ്. പൊളിറ്റിക്കൽ ത്രില്ലർ ഗണത്തിൽപ്പെടുന്ന ചിത്രത്തിലെ ചില രംഗങ്ങളും പേരുകളും വിവാദമാകാൻ സാധ്യതയുള്ളതിനാൽ അവ ഒഴിവാക്കാൻ സെൻസർ ബോർഡ് നിർദ്ദേശിച്ചിരിക്കുകയാണ്. ചിത്രം റീ എഡിറ്റ് ചെയ്ത് സെൻസർ ബോർഡിന് ഒരുങ്ങുകയാണ് അണിയറ പ്രവർത്തകർ. കൊച്ചിയിലെ ലാൽ മീഡിയ സ്റ്റുഡിയോയിൽ ചിത്രത്തിന്റെ റീ എഡിറ്റിംഗ് പൂർത്തിയായിട്ടുണ്ട്. ഒരു രാഷ്ട്രീയ നേതാവിന്റെ മകന്റെ പേരുമായി ചിത്രത്തിലെ വില്ലന്റെ പേരിന് സാമ്യമുള്ളതിനാൽ ആ പേര് മാറ്റാൻ സെൻസർ ബോർഡ് നിർദ്ദേശിച്ചിരുന്നതായാണ് സൂചന. ഇതടക്കമുള്ള മാറ്റങ്ങളുമായാണ് മെയ് 1-ന് ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തുക. ഒരു പൊളിറ്റിക്കൽ പശ്ചാത്തലത്തിൽ ആക്ഷനും ഡ്രാമയ്ക്കും ഒരുപോലെ പ്രാധാന്യമുള്ള സിനിമയാകുമെന്ന സൂചനയാണ് ട്രെയിലർ നൽകുന്നത്. മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും കിടിലൻ ഫൈറ്റുകളും ട്രെയിലർ ഉറപ്പു നൽകുന്നു. ഒപ്പം ഫഹദ് ഫാസിലിനും കുഞ്ചാക്കോ ബോബനും നയൻതാര
താരയ്ക്കും ശക്തമായ വേഷം തന്നെ സിനിമയിൽ ഉണ്ടാകുമെന്ന സൂചനയും ട്രെയിലർ നൽകുന്നുണ്ട്. മെയ് 1-നാണ് സിനിമ പുറത്തിറങ്ങാനൊരുങ്ങുന്നത്. ചിത്രം നിർമ്മിക്കുന്നത് ആൻഡ്രോ ജോസഫ് ഫിലിം കമ്പനി, കിച്ചപ്പു ഫിലിംസ് എന്നിവയുടെ ബാനറിൽ ആൻഡ്രോ ജോസഫ്, KG അനിൽകുമാർ എന്നിവർ ചേർന്നാണ്. CR സലിം പ്രൊഡക്ഷൻസ്, ബ്ലൂ ടൈഗേഴ്സ് ലണ്ടൻ എന്നീ ബാനറുകളിൽ CR സലിം, സുഭാഷ് ജോർജ് മാനുവൽ എന്നിവരാണ് ചിത്രത്തിന്റെ സഹനിർമ്മാണം നിർവഹിക്കുന്നത്. ഒരു വലിയ ഇടവേളയ്ക്ക് ശേഷം മമ്മൂട്ടി, മോഹൻലാൽ ടീം ഒന്നിച്ച് അഭിനയിക്കുന്ന ഈ ചിത്രത്തിലെ ഹൈലൈറ്റ് ആയിരിക്കും ഇവരുടെ കോമ്പിനേഷൻ രംഗങ്ങൾ. ജിനു ജോസഫ്, രാജീവ് മേനോൻ, ഡാനിഷ് ഹുസൈൻ, ഷഹീൻ സിദ്ദീഖ്, സനൽ അമൻ, ദർശന രാജേന്ദ്രൻ, സെറീൻ ഷിഹാബ് തുടങ്ങിയവർക്കൊപ്പം മദ്രാസ് കഫേ, പത്താൻ തുടങ്ങിയവയിലൂടെ ശ്രദ്ധേയനായ തിയേറ്റർ ആർട്ടിസ്റ്റും സംവിധായകനുമായ പ്രകാശ് ബെലവാടിയും താരനിരയിലുണ്ട്. എന്റർടൈൻമെന്റ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. കളങ്കാവലിന് ശേഷം ജിതിൻ K. ജോസ് സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രത്തിന്റെ പ്രഖ്യാപനം കഴിഞ്ഞ മാസം നടന്നിരുന്നു. ജയസൂര്യ നായകനായി എത്തുന്ന ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ പങ്കുവച്ച ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റും അതിലെ കുറിപ്പുമാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത്. മമ്മൂട്ടി നായകനായ സൂപ്പർ ഹിറ്റ് ചിത്രം കളങ്കാവലിനു ശേഷം ജിതിൻ K. ജോസ് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന്റെ പ്രഖ്യാപനം കഴിഞ്ഞ മാസമാണ് നടന്നത്. ജയസൂര്യ നായകനായെത്തുന്ന ചിത്രം മാജിക് മൂൺ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ രാജീവ് ഗോവിന്ദാണ് നിർമ്മിക്കുന്നത്. ഓർഡിനറി, അനാർക്കലി എന്നീ ബ്ലോക്ക് ബസ്റ്റർ ചിത്രങ്ങൾ നിർമ്മിച്ച മാജിക് മൂൺ പ്രൊഡക്ഷൻസ് നിർമ്മിക്കാൻ പോകുന്ന മൂന്നാമത്തെ ചിത്രമാണിത്. റാഫിയും ജിതിൻ K. ജോസും ചേർന്നാണ് ഈ ചിത്രത്തിന്റെ തിരക്കഥ ഒരുക്കുന്നത്. ഇപ്പോഴിതാ ചിത്രവുമായി ബന്ധപ്പെട്ട് ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ പങ്കുവച്ച ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റും അതിലെ കുറിപ്പുമാണ് ശ്രദ്ധേയമാകുന്നത്. തൽപരകക്ഷികൾക്ക് കറുത്ത രാത്രികളിലെ ഊട്ടുനേർച്ചയിലേക്ക് സ്വാഗതം എന്ന കുറിപ്പോടെയാണ് സംവിധായകനൊപ്പമുള്ള ഒരു നിഗൂഢ ലോകത്തിന്റെ സൂചന നൽകുന്ന ചിത്രം ജയസൂര്യ ഉൾപ്പെടെയുള്ളവർ പങ്കുവച്ചത്. ഇതോടെ ചിത്രം സംസാരിക്കാൻ പോകുന്ന വിഷയത്തെപ്പറ്റിയുള്ള ചർച്ചകളും സമൂഹ മാധ്യമങ്ങളിൽ ആരംഭിച്ചു കഴിഞ്ഞു. പുരാതന ക്രിസ്തീയ കുടുംബങ്ങളിൽ നിലനിന്നിരുന്ന കറുത്തച്ഛനൂട്ട് എന്ന ദുർമന്ത്രവാദത്തെയും അത് പരിശീലിച്ചിരുന്നവരെയും കുറിച്ചാണോ ചിത്രം സംസാരിക്കുകയെന്നും അതിന്റെ പശ്ചാത്തലത്തിലാണോ ചിത്രം കഥ പറയാൻ പോകുന്നതെന്നുമുള്ള ചർച്ചകളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ സജീവമാകുന്നത്. അത്തരം ചിന്തകളിലേക്ക് പ്രേക്ഷകരെ എത്തിക്കുന്ന തരത്തിലുള്ള അവരുടെ വ്യാഖ്യാനങ്ങളെ സാധൂകരിക്കുന്ന തരത്തിലുള്ള വരികളാണ് ഇപ്പോൾ ചിത്രത്തിലെ നായകനും സംവിധായകനും നിർമ്മാതാവും ഉൾപ്പെടെയുള്ളവർ പങ്കുവച്ച സോഷ്യൽ മീഡിയ പോസ്റ്റിൽ ഉള്ളതെന്ന് ഈ ചൂടിയേറെ ചർച്ചകൾക്ക് എണ്ണ പകരുന്നുണ്ട്. മലയാള സാഹിത്യത്തിലും പലപ്പോഴായി പരാമർശിക്കപ്പെട്ടിട്ടുള്ള വിഷയമാണ് കറുത്തച്ഛനൂട്ട് എന്നതും പ്രേക്ഷകരുടെ താൽപ്പര്യങ്ങളെ പ്രചോദിപ്പിക്കുന്നുണ്ട്. ഫ്രാൻസിസ് ഇട്ടിക്കോരയിലും മഞ്ഞവെയിൽ മരണങ്ങളിലുമെല്ലാം പ്രേക്ഷകർ വായിച്ചറിഞ്ഞ ആ കറുത്ത ലോകത്തെക്കുറിച്ചുള്ള കഥയാണോ ഈ ചിത്രം പറയുന്നതെന്ന ആകാംക്ഷയാണ് ഇപ്പോൾ സിനിമാ പ്രേമികൾക്കുള്ളത്. പണ്ട് നിലനിന്നിരുന്ന എന്ന് വിശ്വസിക്കപ്പെടുന്ന ഈ രഹസ്യ ആചാരങ്ങൾ ഇന്നും ചില കറുത്ത ലോകങ്ങളുടെ ഇടനാഴികളിൽ തുടരുന്നുണ്ടോ എന്ന ചോദ്യവും പ്രേക്ഷകർക്ക് സമ്മാനിക്കുന്ന രീതിയിലാണ് ഈ ചിത്രം ഒരുങ്ങുന്നതെന്ന തരത്തിലുള്ള ചർച്ചകളാണ് ഇപ്പോൾ നടക്കുന്നത്. ഈ വിഷയത്തിൽ മലയാള സിനിമ ഇതുവരെ പറയാത്തൊരു കഥ പറയുന്ന ചിത്രമായി ജിതിൻ K. ജോസ്, ജയസൂര്യ, രാജീവ് ഗോവിന്ദൻ പ്രോജക്റ്റ് മാറുമോ എന്നറിയാനുള്ള ആവേശത്തിലാണ് സിനിമാ പ്രേമികൾ. ചിത്രമൊരുങ്ങുന്നത് ഈ വിഷയത്തെ അടിസ്ഥാനമാക്കിയാണോ എന്ന സ്ഥിരീകരണം അണിയറ പ്രവർത്തകർ ഔദ്യോഗികമായി പുറത്തുവിട്ടിട്ടില്ലെങ്കിലും പുറത്തുവരുന്ന സൂചനകൾ പ്രേക്ഷകരുടെ ശ്രദ്ധ അതിലേക്ക് നയിക്കുന്നത് തന്നെയാണ്. അർദ്ധരാത്രിയിൽ അരങ്ങേറുന്ന കറുത്തച്ഛനൂട്ട് എന്ന രഹസ്യവിരുന്ന് ഇവരിലൂടെ വെള്ളിത്തിരയിലെത്തുമോ എന്ന ചോദ്യമാണ് പ്രേക്ഷകരും ഉന്നയിക്കുന്നത്. കളങ്കാവൽ ടീമിലെ പ്രധാന സാങ്കേതിക പ്രവർത്തകർ എല്ലാം തന്നെ ഈ ചിത്രത്തിലൂടെ വീണ്ടും ഒന്നിക്കുകയാണ്. ക്യാമറ കൈകാര്യം ചെയ്യുന്നത് ഫൈസൽ അലി, സംഗീതമൊരുക്കുന്നത് മുജീബ് മജീദ്, എഡിറ്റിംഗ് നിർവഹിക്കുന്നത് പ്രവീൺ പ്രഭാകർ എന്നിവരാണ്. എന്റർടൈൻമെന്റ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. മലയാളത്തിലെ ആദ്യ മ്യൂസിക്കൽ ഹൊറർ കോമഡി ജോണറിലെത്തുന്ന കറക്കം എന്ന ചിത്രത്തിന്റെ ടീസർ റിലീസ് ചെയ്തു. മോഹൻലാലാണ് തന്റെ സോഷ്യൽ മീഡിയ പേജിലൂടെ ടീസർ ലോഞ്ച് ചെയ്തത്. ഒരു കൂട്ടം ന്യൂ ജനറേഷൻ യുവാക്കളും അശാന്തരായി കറങ്ങി നടക്കുന്ന പ്രേതങ്ങളും തമ്മിലുണ്ടാകുന്ന രസകരമായ സംഭവങ്ങളാണ് സിനിമയുടെ പശ്ചാത്തലം. മലയാളത്തിലെ ആദ്യ മ്യൂസിക്കൽ ഹൊറർ കോമഡി ജോണറിലെത്തുന്ന കറക്കം എന്ന സിനിമയുടെ ടീസർ റിലീസ് ചെയ്തിട്ടുണ്ട്. മലയാളത്തിലെ താരരാജാവായ മോഹൻലാൽ തന്റെ സോഷ്യൽ മീഡിയ പേജിലൂടെയാണ് ടീസർ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. 80കളിലെ റെട്രോ ആത്മാക്കൾ കഥാപാത്രങ്ങളെ പിന്തുടരുന്ന തരത്തിലാണ് ടീസർ ഒരുക്കിയിട്ടുള്ളത്. പാട്ടും ഡിസ്കോയും കൊണ്ട് മൈക്കൽ ജാക്സൺ ലഹരി പിടിപ്പിച്ച 80കളിൽ നിന്ന് പുതിയ കാലത്തിന്റെ കുരുക്കുകളിലേക്ക് റെട്രോ ആത്മാക്കൾ എത്തുന്നതാണ് ചിത്രത്തിന്റെ കഥയെന്ന സൂചനകൾ ടീസർ നൽകുന്നു. ഒരു കൂട്ടം ന്യൂ ജനറേഷൻ യുവാക്കളും അശാന്തരായി കറങ്ങി നടക്കുന്ന പ്രേതങ്ങളും തമ്മിൽ ഉണ്ടാകുന്ന രസകരമായ സംഭവങ്ങളാണ് ഈ സിനിമയുടെ പശ്ചാത്തലം. ശ്രീനാഥ് ഭാസി, ഫെമിന ജോർജ്, ഷോൺ റോമി, സിദ്ധാർത്ഥ് ഭരതൻ, അഭിരാം രാധാകൃഷ്ണൻ, പ്രവീൺ TJ എന്നിവർ പ്രധാന കഥാപാത്രങ്ങളിൽ എത്തുന്ന ചിത്രം മലയാള സിനിമാ ലോകത്തെ ഒരു പുതുപുത്തൻ ദൃശ്യാനുഭവമാണ് പ്രേക്ഷകർക്കായി ഒരുക്കുന്നത്. ബ്ലാക്ക് ടേർട്ടിൽ പ്രൊഡക്ഷൻസിന്റെയും ക്രൗൺ സ്റ്റാർസ് എന്റർടൈൻമെന്റ്സിന്റെയും ബാനറിൽ അങ്കുഷ് സിംഗ്, കിംബർലി ട്രിനിഡാഡ് എന്നിവർ ചേർന്ന് നിർമ്മിച്ച ചിത്രം സുഭാഷ് ലളിത സുബ്രഹ്മണ്യനാണ് സംവിധാനം ചെയ്തിരിക്കുന്നത്.
നിപിൻ നാരായണൻ, സുഭാഷ് ലളിത സുബ്രഹ്മണ്യൻ, അർജുൻ നാരായണൻ എന്നിവർ ചേർന്നാണ് തിരക്കഥ തയ്യാറാക്കിയിരിക്കുന്നത്. നവയുഗയുക്തിയുടെ യൗവനവും അശാന്തരായി കറങ്ങിത്തിരിയുന്ന ആത്മാക്കളും ഒത്തുചേരുമ്പോൾ സംഭവിക്കുന്ന രസകരമായ സംഭവങ്ങൾ വർണ്ണാഭമായ ഫ്രെയിമുകളിലൂടെയും ത്രസിപ്പിക്കുന്ന സംഗീതത്തിലൂടെയും ഈ സിനിമ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നു. തീവ്രമായ ഇന്ദ്രിയാനുഭവങ്ങളും ചടുല ഗാനങ്ങളും കറക്കവന്ന സിനിമയെ വ്യത്യസ്തമാക്കുന്നു. ചിത്രമുടൻ തിയേറ്ററുകളിലേക്ക് എത്തുമെന്നാണ് റിപ്പോർട്ടുകൾ. അതേസമയം റിലീസ് തീയതി പ്രഖ്യാപിച്ചിട്ടില്ല. എന്റർടൈൻമെന്റ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഗോകുലം മൂവീസിന്റെ ബാനറിൽ ഗോകുലം ഗോപാലൻ അവതരിപ്പിക്കുന്ന അംഗം അട്ടഹാസം എന്ന ചിത്രം മെയ് 8-ന് തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. തലസ്ഥാന നഗരിയിലെ ചോര പുരണ്ട തെരുവുകളുടെ പശ്ചാത്തലത്തിൽ ഗുണ്ടാ കുടിപ്പകയുടെ കഥ പറയുന്ന ചിത്രമാണിത്. ഗോകുലം മൂവീസിന്റെ ബാനറിൽ ഗോകുലം ഗോപാലൻ നിർമ്മിക്കുന്ന ഗാങ്സ്റ്റർ ആക്ഷൻ ചിത്രം അംഗം അട്ടഹാസം മെയ് 8-ന് തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. തലസ്ഥാന നഗരിയിലെ ചോര പുരണ്ട തെരുവുകളുടെ പശ്ചാത്തലത്തിൽ ഗുണ്ടാ കുടിപ്പകയുടെ കഥയാണ് ചിത്രം പറയുന്നത്. മാധവ് സുരേഷ്, ഷൈൻ ടോം ചാക്കോ, സൈജു കുറുപ്പ്, മഖ്ബൂൽ സൽമാൻ, നന്ദു, അൽനസിയർ, M.A. നിഷാദ്, അന്ന രാജൻ, അംബിക, കിച്ചു, സിബി തോമസ്, സ്മിനു സിജോ, അജിത്, കുട്ടി അഖിൽ, ദീപക് ശിവരാജൻ എന്നിവരാണ് ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. റിയാനി പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ സുജിത് എസ് നായർ രചനയും സംവിധാനവും നിർവഹിച്ച ചിത്രം അനിൽകുമാർ ജി, സാമുവൽ മത്തായി എന്നിവർ ചേർന്നാണ് നിർമ്മിച്ചിരിക്കുന്നത്. തലസ്ഥാന നഗരത്തിലെ നിണമണിഞ്ഞ തെരുവുകളുടെ പശ്ചാത്തലത്തിൽ ത്രില്ലടിപ്പിക്കുന്ന ആക്ഷനും ഗൺഫൈറ്റുമായി എത്തുന്ന ചിത്രത്തിന്റെ ലിറിക്കൽ വീഡിയോ ഗാനം ഏറെ ശ്രദ്ധ നേടിയിരുന്നു. ദുൽഖർ സൽമാൻ, ടൊവിനോ തോമസ്, ഗോകുൽ സുരേഷ് എന്നിവരുടെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെയാണ് ഗാനം റിലീസ് ചെയ്തത്. ഉടനെ പ്രദർശനത്തിനെത്തുന്ന ചിത്രത്തിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് കിടിലം കൊള്ളിക്കുന്ന ആക്ഷൻ രംഗങ്ങളാണ്. ഇതുവരെ മലയാള സിനിമ കണ്ടിട്ടില്ലാത്ത ആക്ഷൻ സീനുകളാണ് ചിത്രത്തിലുള്ളത്. ഫിനിക്സ് പ്രഭു, അഷ്റഫ് ഗുരുക്കൾ, റോബിൻ ടോം, അനിയൻ ബ്ലെയ്സ് എന്നിവരാണ് ആക്ഷൻ കൊറിയോഗ്രാഫിക്ക് പിന്നിൽ. ശിവനസ് സംഗീത് ഛായാഗ്രഹണം നിർവഹിക്കുന്ന ചിത്രത്തിന്റെ എഡിറ്റിംഗും കളറിംഗും കൈകാര്യം ചെയ്തിരിക്കുന്നത് പ്രദീപ് ശങ്കറാണ്. എന്റർടൈൻമെന്റ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. കൂടുതൽ സിനിമാ വിശേഷങ്ങളുമായി അടുത്തയാഴ്ച വീണ്ടും കാണാം. നമസ്കാരം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.